guys, welcome to our channel EB Fun World. റമളാൻ മാസത്തിലെ ഒരു കുഞ്ഞു നോമ്പ് തുറയാണ് കാണിക്കുന്നത്. ഇന്ന് അത്താഴത്തിന് വേണ്ടി ചോറാണ് ആക്കിയിട്ടുള്ളത്. നല്ല തേങ്ങ അരച്ച മീൻകറി കണ്ടപ്പോൾ ഇക്കാക്ക് ചോറ് കഴിക്കാനൊരാഗ്രഹം. അപ്പോൾ പിന്നെ ഞങ്ങൾ കരുതി ഇന്ന് അത്താഴത്തിന് ചോറാക്കാമെന്ന്. ചോറും മീൻ കറിയും നല്ല പൊട്ടാറ്റോ ഫ്രൈയും പുളി തിരുമ്മിയതും അച്ചാറും പപ്പടവും കൂടെ കൂട്ടിയിട്ടാണ് അത്താഴം നമ്മൾ കഴിച്ചത്. മക്കളൊക്കെ അത്താഴത്തിന് എഴുന്നേൽക്കാറുണ്ട്. അത്താഴം കഴിച്ച് ഞങ്ങൾ കുറച്ച് സമയം സംസാരിച്ചിരിക്കും. ഇന്ന് കുറച്ച് നേരത്തെയാണ് ഞാൻ കിച്ചണിൽ വന്നിട്ടുള്ളത്. ഇക്കാൻ്റെ 2-3 ഫ്രണ്ട്സ് നമുക്കിന്ന് നോമ്പ് തുറക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഭട്ടൂരയാണ്. ഭട്ടൂരയ്ക്ക് വേണ്ടി 1 കപ്പ് വാം മിൽക്ക് എടുക്കുന്നുണ്ട്. അതിലേക്ക് വേണ്ടി ഒരു 3/4 ടേബിൾ സ്പൂൺ ഈസ്റ്റും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇതൊന്ന് ഫെർമെൻ്റായി വരാൻ കുറച്ച് സമയം നമ്മളൊന്ന് അടച്ച് വെക്കണം. ഞാൻ എടുത്തിരിക്കുന്നത് ഡ്രൈ ഈസ്റ്റാണ്, അതുകൊണ്ടാണ്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഒരുപാട് സമയമൊന്നും വെക്കണ്ട. ഇനി നമുക്ക് ഭട്ടൂര കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറാക്കാം. അതിനായിട്ട് 4 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. മൈദയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 3 ടേബിൾ സ്പൂൺ റവയും 4 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈരും അതുപോലെ 2 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം. ഞാനിത് ഇങ്ങനെ അടച്ച് വെച്ച് നമ്മുടെ ഈസ്റ്റ് ഫെർമെൻ്റായി വന്ന ശേഷമാണ് കുഴച്ചെടുക്കുന്നത്. ഈ ഭട്ടൂര നല്ല സോഫ്റ്റും ക്രിസ്പി ആയിരിക്കും. ഭട്ടൂര ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് എൻ്റെ നൈബറായ ഷായിന്ത ഉണ്ടാക്കിയതാണ്. നമ്മൾ നൈബേഴ്സ് കൂടി നോമ്പ് തുറ വെക്കാറുണ്ട്. ആ നോമ്പ് തുറയ്ക്ക് വേണ്ടിയിട്ട് അവരുണ്ടാക്കിയതായിരുന്നു അത്. ഇതിൻ്റെ കൂടെ നല്ല ഉപ്പിലിട്ട മാങ്ങയും പച്ചമുളകും കൂടെ ചതച്ചിട്ടൊരു ചട്നിയും കൂടെ തരും. നല്ല എരിവുള്ള ചിക്കൻ കറിയും ഭട്ടൂരയും ഈ ഒരു ചമ്മന്തിയും കൂടെ അടിപൊളി കോംബോ ആണ്. ഒരു ഉച്ചയായപ്പോൾ ഞാൻ വീണ്ടും കിച്ചണിലേക്ക് വന്നു. പുറത്ത് നല്ല കാറ്റാണ് കേട്ടോ, നല്ല പൊടിക്കാറ്റടിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മളെ ഈസ്റ്റൊക്കെ നല്ല ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് കുഴച്ചെടുക്കാം. ഈ മൈദ മിക്സിലേക്ക് ഫെർമെൻ്റായി വന്ന പാല് ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച ശേഷം സിലിക്കോൺ ബാഗിലേക്ക് ഇട്ട് ഒരല്പം ഓയിലും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റ് ആവുന്നത് വരെ കുഴച്ചെടുക്കുക. ഇനി ഒരു ബൗളിലേക്ക് ഒരല്പം ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്ത് നമ്മൾ കുഴച്ച് വെച്ച മാവ് ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ഈ സിലിക്കൺ ബാഗിലിട്ടിട്ടാണ് ഞാൻ മാവ് കുഴച്ചെടുത്തിട്ടുള്ളത്. മാവ് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ മുകളിലും നമുക്ക് ഒരല്പം ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് പൊങ്ങി വരുന്നതിന് വേണ്ടി നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ഭട്ടൂരയുടെ മാവ് പൊങ്ങി വരുന്ന സമയം കൊണ്ട് നമുക്കൊരു സ്നാക്ക് തയ്യാറാക്കാം. അതിനായി ഒരു മിക്സി ജാറെടുത്ത് അതിലേക്ക് 3 മുട്ട ചേർത്ത് അതിലേക്ക് 1/2 കപ്പ് പാലും 1/2 കപ്പ് മൈദയും ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഈ ബാറ്ററിലേക്ക് നമുക്കൊരു ഫില്ലിങ് തയ്യാറാക്കി എടുക്കാനുണ്ട്. അതിനുവേണ്ടി ഒരു വലിയ സവാളയും 2 ക്യാരറ്റും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും മല്ലിച്ചപ്പും കറിവേപ്പിലയും ചെറുതായി അരിഞ്ഞെടുക്കാം. അതോടൊപ്പം ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച ചിക്കനും നമുക്ക് ചെറുതാക്കി പൊടിയാക്കി വെക്കാം. ചൂടായ പാനിലേക്ക് ഓയിൽ ഒഴിച്ച് സവാളയും ഉപ്പും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മളെ എഗ് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനെ ഒരു ബൗളിലേക്ക് ഒഴിച്ച് വെക്കാം.
സവാള ഒന്ന് വഴന്ന് വന്നാൽ 1/2 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലയും ചേർത്തൊന്ന് വഴറ്റിയ ശേഷം മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇനി മസാലകളായിട്ട് 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും ഗരം മസാലയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തതാണ്, നോക്കിയതിന് ശേഷം ഉപ്പ് ചേർക്കാം. ചിക്കനും മല്ലിച്ചപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആ മസാലയുടെ പച്ചമണം പോകുന്നത് വരെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഉപ്പ് നോക്കിയ ശേഷം പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ സവാളയിലും വേവിച്ച ചിക്കനിലും ഉപ്പ് ചേർത്തതുകൊണ്ട് നോക്കിയ ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അരച്ച് വെച്ച എഗ്ഗ് ബാറ്ററിലേക്ക് കുറേശ്ശെയായി നമ്മുടെ ചിക്കൻ മസാല ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ചൂടായ പാനിൽ ഓയിൽ ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മസാല അതിലേക്ക് ചേർത്ത് കൊടുത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി ചിക്കൻ കറി തയ്യാറാക്കുന്നതിന് വേണ്ടി 3 മീഡിയം സൈസ് സവാള അല്ലെങ്കിൽ വലിയ 2 സവാള എടുക്കാം. ഇനി ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചേർത്ത് അതിലേക്ക് വലിയ ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവ പൊട്ടിച്ചെടുക്കാം. അതൊന്ന് പൊട്ടി വന്നാൽ അതിലേക്ക് സവാളയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിനിടയ്ക്ക് നമ്മൾ ചിക്കൻ പോള അല്ലെങ്കിൽ ചിക്കൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഒരു വശം നമ്മൾ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ കറിയിലേക്ക് വേണ്ട സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ കറിക്ക് സവാള എത്രത്തോളം വഴന്ന് കിട്ടുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും. വഴന്ന് വന്ന സവാളയിലേക്ക് 3 വലിയ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കി കൊടുത്ത് മൂടി വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും ഒരു 8-10 കാഷ്യൂനട്ട് ചൂടുവെള്ളത്തിൽ കുതിർക്കാൻ വെക്കണം. തക്കാളി നല്ലപോലെ ഉടഞ്ഞു വന്നാൽ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ അതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. മുളക് പൊടി നിങ്ങൾ എരിവ് എത്രയാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ചിക്കൻ കറി പൊറാട്ടയിലേക്കും ഭട്ടൂരയിലേക്കും കൂടെ ആയതുകൊണ്ട് അത്യാവശ്യം എരിവ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. നമ്മൾ ചേർത്ത മസാലപ്പൊടികളുടെ റോസ്മെല്ലൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ അതിലേക്ക് കറിവേപ്പിലയും വൃത്തിയായി കഴുകി വെച്ച ചിക്കനും ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, ചിക്കൻ ചേർത്ത് മസാല എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക. വെള്ളം ഇപ്പം ചേർക്കേണ്ടതില്ല. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്ന ശേഷം തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്ക്. ചിക്കന് വെന്ത് വരുന്ന സമയം കൊണ്ട്
ബട്ടൂര നമുക്ക് തയ്യാറാക്കി എടുക്കാം. ബട്ടൂരയുടെ മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇത് പാത്രത്തിൽ നിന്ന് മാറ്റി ഉരുളകളാക്കി എടുക്കാം. അത്യാവശ്യം വലിയ ഉരുളകളാക്കി എടുക്കണം. കുറച്ച് കട്ടിയിലാണ് ബട്ടൂരയ്ക്ക് നമ്മൾ പരത്തിയെടുക്കേണ്ടത്. ബട്ടൂര പൊടി ചേർത്ത് പരത്തിയെടുക്കുമ്പോൾ ഒരല്പം പൊടി ചേർത്ത് കൊടുക്കാം. പൊടി ഏറിക്കഴിഞ്ഞാൽ നമ്മൾ ഓയിലിൽ കളർ ചേഞ്ച് വരും. അത് ബട്ടൂരയെയും ബാധിക്കും. സമയം ഒരുപാടില്ലാത്തതുകൊണ്ട് ബട്ടൂര ഞാൻ വലുതാക്കി പരത്തിയിട്ട് 4 പീസാക്കി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചെറുതാക്കി പരത്തി 2 പീസാക്കിയിട്ടും ഇതുണ്ടാക്കാവുന്നതാണ്. ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മൾ ബട്ടൂര പരത്തിയെടുക്കാൻ. തിക്നെസ് കുറഞ്ഞു കഴിഞ്ഞാൽ ബട്ടൂര ഒരേപോലെ പൊന്തി വരില്ല. ഞാനത് കാണിച്ചു തരാം, പൊരിക്കുന്ന സമയത്ത് കാണിക്കാം. അതിനിടയിൽ ചിക്കനൊക്കെ വെന്ത് ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് നോക്കി ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി പരത്തി കട്ട് ചെയ്ത് വെച്ച ബട്ടൂരകളൊക്കെ ചൂടായ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. ഇത് നമ്മൾ കട്ടിയായി പരത്തി വെച്ച ബട്ടൂരയാണ്. കണ്ടോ, ഒരുപോലെ പൊങ്ങി വരും. ഇനി നമ്മൾ കട്ടി കുറഞ്ഞ് പരത്തിയ ബട്ടൂര ചേർത്ത് കൊടുക്കാം. അത് പൊങ്ങുന്നത് ശ്രദ്ധിച്ചാൽ അറിയാം. അതിൻ്റെ ഒരു വശം മാത്രമേ പൊങ്ങി വരുള്ളൂ. അപ്പോൾ നമ്മൾ ബട്ടൂര പരത്തുമ്പോഴും സമയമെടുത്ത് ശ്രദ്ധിച്ച് പരത്തിയെടുക്കുക. എങ്കിലേ ബട്ടൂര ഒരുപോലെ പൊങ്ങി വരുള്ളൂ. തിളച്ചുകൊണ്ടിരിക്കുന്ന ചിക്കൻ കറിയിലേക്ക് അരച്ച് വെച്ച കാഷ്യൂനട്ടിൻ്റെ പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ടൊമാറ്റോ സോസും സോയാ സോസും കൂടെ മിക്സ് ചെയ്തിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒക്കെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്ത് അതിലേക്ക് 3/4 ടീസ്പൂൺ കസൂരി മേത്തി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അവസാനം കുറച്ച് മല്ലിച്ചപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ട് ഒരല്പം ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് പൊറാട്ടയിലേക്കും നെയ്ച്ചോറിലേക്കൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഇനി നമുക്ക് വേഗം ഫുഡൊക്കെ പാക്ക് ചെയ്യാം. കാരണം അവർ റൂമിലേക്ക് വരുന്നില്ല, അവർ ഷോപ്പിലേക്ക് നമ്മൾ കൊടുത്തു വിടുകയാണ് ചെയ്യുന്നത്. അവിടെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനവിടെ അതിനിടയ്ക്ക് ജ്യൂസൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ആ തിരക്കിൽ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. ഇതെന്നെ പാക്ക് ചെയ്യുന്നതിനിടയ്ക്ക് ഞാൻ വേഗം വീഡിയോ എടുത്തതാണ്. അപ്പോൾ നമ്മളെ കറി ഇവിടെ ആയിട്ടുണ്ട്. ബട്ടൂര പാക്ക് ചെയ്തു, സ്നാക്ക് റെഡിയാക്കി, ഫ്രൂട്ട്സ് കട്ട് ചെയ്തു, ജ്യൂസ് സെറ്റായി, അവർക്ക് നോമ്പെടുക്കാനുള്ള ഈത്തപ്പഴം കാര്യങ്ങളും അതും സെറ്റായി. ഇനി നമുക്കത് അവരെ ഷോപ്പിലേക്ക് കൊണ്ടുപോയി കൊടുക്കാം. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ നോമ്പ് തുറക്കുന്നതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. അറിയാമല്ലോ ആ സമയത്തുള്ള തിരക്കും കാര്യങ്ങളും. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക.